അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 24/7/2026 അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. നബിതങ്ങൾക്കുമേലുള്ള സ്വലാത്ത് സലാമുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുക. വിശുദ്ധ ഖുർആനിൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലാൻ വേണ്ടി അള്ളാഹു തആല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അവിടുത്തെ മുഖം സന്തോഷത്താൽ പ്രസന്നമാണ്. സ്വഹാബത്ത് തിരുനബിയോട് ചോദിച്ചു, ഇന്നാ ലനറ സുറൂറ ഫി വജ്ഹിക്, തിരുദൂതരെ, അങ്ങയുടെ മുഖത്ത് വല്ലാതെ സന്തോഷം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അവിടുന്ന് പറഞ്ഞു, ഇന്നഹു അറ്റാനി മലക്, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും, എൻ്റെ അടുക്കൽ ഒരു മലക്ക് വന്നു. ഫഖാല യാ മുഹമ്മദ്, ആ മലക്ക് എന്നോട് പറഞ്ഞു, അമാ യുർളീക അന്ന റബ്ബക അസ്സ വജല്ല യഖൂൽ ഇന്നഹു ലാ യുസ്വല്ലി അലൈക അഹദും മിൻ ഉമ്മത്തിക ഇല്ലാ സ്വല്ലൈതു അലൈഹി അശറ. തങ്ങൾ തൃപ്തനാവില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അങ്ങയുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളും അങ്ങയുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലില്ല. അല്ലാഹു തആല അയാളുടെ മേലിൽ 10 സ്വലാത്തുകൾ ചൊല്ലിയിട്ടൊഴികെ. വലാ യുസല്ലിമു അലൈക അഹദുൻ മിൻ ഉമ്മത്തിക ഇല്ലാ സല്ലംതു അലൈഹി അശറ. അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അങ്ങയുടെ മേലിൽ ഒരു സലാം ചൊല്ലിയാൽ 10 സ്വലാത്തുകൾ സലാമുകൾ ഞാൻ ചൊല്ലും. താങ്കൾ സംതൃപ്തനല്ലേ? ഖാല ബല, ഞാൻ പറഞ്ഞു, അതെ, ഞാൻ സംതൃപ്തനാണ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എത്ര മഹത്തരമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ്, എങ്ങനെ അവിടുത്തെ പദവി ഉയർന്നതാകാതിരിക്കും? ലോകരക്ഷിതാവായ റബ്ബ് തമ്പുരാൻ അവിടുത്തെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുകയല്ലേ? അവിടുത്തെ ശ്രേഷ്ഠ മലക്കുകളും സ്വലാത്ത് സലാമുകൾ ചൊല്ലുകയല്ലേ? സത്യവിശ്വാസികളോട് അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചില്ലേ? നാം എപ്പോഴും ഓതാറുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും അവിടുത്തെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുവീൻ. സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വം അതെത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ജനങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അവരുടെ രഹസ്യത്തിലും പരസ്യത്തിലും, പകലുകളിലും രാവുകളിലും. നമ്മുടെ ദുആ സ്വലാത്ത് കാരണമായിക്കൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കും. പ്രതീക്ഷകൾ അതു കാരണമായിക്കൊണ്ട് നിറവേറപ്പെടും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ദുആ തുടങ്ങിയത് അല്ലാഹുവിന് സ്തുതികൾ അർപ്പിച്ച് ശേഷം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. ഇത് കേട്ട നബിതങ്ങൾ പറഞ്ഞു, സൽ തുഅത, നീ ചോദിച്ചോ, നിനക്ക് ലഭിക്കും, ഉത്തരം കിട്ടും എന്ന്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കാരണമായിക്കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. പാപങ്ങളൊക്കെ അവൻ മായ്ച്ചു കളയും. നമ്മുടെ ദുഃഖവും മുഷിപ്പും ഒക്കെ അത് കാരണമായിക്കൊണ്ട് നീങ്ങിപ്പോകും. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തിരുദൂതരോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക് ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. ഞാൻ തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്, ഞാൻ എത്ര സമയമാണ് ചൊല്ലേണ്ടത്? തിരുനബി പറഞ്ഞു, മാഷിഇത, നീ ഉദ്ദേശിച്ച അത്ര. ഞാൻ പറഞ്ഞു, അർറുബഅ, എൻ്റെ നിർബന്ധ സമയങ്ങൾ കഴിച്ച് ബാക്കി സമയങ്ങളിൽ 1/4 ഭാഗം. നബിതങ്ങൾ എപ്പോഴും പറഞ്ഞു, മാഷിഇത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, നിനക്ക് എത്ര വേണമെങ്കിലും ചൊല്ലാം, നീ അതിനേക്കാൾ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അതാണ് നിനക്കുത്തമം. അവസാനം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അജ്അലു ലക സ്വലാത്തി കുല്ലഹ, എൻ്റെ എല്ലാ സ്വലാത്തും എല്ലാ പ്രാർത്ഥനയും ഞാനത് സ്വലാത്താക്കുകയാണ്. എൻ്റെ നിർബന്ധ നിസ്കാര മറ്റു ഇബാദത്തുകളുടെ സമയം കഴിഞ്ഞ് മുഴുവൻ സമയം ഞാൻ സ്വലാത്തു ചൊല്ലുകയാണ്. നബി തങ്ങൾ അപ്പോൾ പറഞ്ഞു, ഇദൻ തുക്ഫ ഹമ്മക് വയുഗ്ഫിറു ലക ദംബുക്, നീ അങ്ങനെ എപ്പോഴും സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അത് കാരണമായിക്കൊണ്ട് നിൻ്റെ ദുഃഖങ്ങളും മുഷിപ്പുകളും നീങ്ങും. അള്ളാഹു നിൻ്റെ പാപങ്ങളും സ്വലാത്ത് കാരണമായിക്കൊണ്ട് പൊറുക്കപ്പെടും. സ്വലാത്ത് സലാമുകൾ പതിവാക്കുന്നത് കാരണം നാളെ മഹ്ശറിൽ അന്ത്യനാളിൽ തിരുനബിയുടെ ഏറ്റവും അടുപ്പക്കാരാകാൻ അവർക്ക് കഴിയും. അവിടെ നിന്ന് പറഞ്ഞു, ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, നാളെ അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പക്കാർ എൻ്റെ പേരിൽ കൂടുതലായി സ്വലാത്ത് ചൊല്ലുന്നവരാണ്. സ്വലാത്തിൻ്റെ ഗുണങ്ങൾ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനോ ക്ലിപ്തമാക്കാനോ കഴിയുകയില്ല. ചില ആളുകൾ സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. അവർ അതിൻ്റെ പ്രതിഫലം അറിയാത്തതുകൊണ്ടോ എന്തോ അവർ അതിൽ പിശുക്കു കാണിക്കുന്നു. അവർ നബി തങ്ങളുടെ വചനം കേട്ടിട്ടില്ലേ, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസ്ല്ലി അലൈ, യഥാർത്ഥ പിശുക്കൻ എന്നെ അവരുടെ അടുക്കൽ പറയപ്പെട്ടു, അവൻ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ അവനാണ് പിശുക്കൻ. നാം തിരുനബിയെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പേരിൽ സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ മക്കളെ നാം അത് ശീലിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ അത് ബറക്കത്താകും. നമുക്ക് സ്വർഗപ്രവേശനം അല്ലാഹു തആല അത് കാരണമായിക്കൊണ്ട് നൽകുകയും ചെയ്യും. നമ്മുടെ സമയങ്ങൾ നാം സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അഥവാ യൗമുൽ ജുമുഅ, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ ദിനം അത് ജുമുഅ ദിവസമാണ്. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ, അന്ന് നിങ്ങൾ എൻ്റെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടും. ഫഇദാ സമഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റുപറയുക. ശേഷം സുമ്മ സ്വല്ലു അലയ്യ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നിങ്ങൾ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുക. നിങ്ങൾ അള്ളാഹുവിനോട് നബി തങ്ങൾക്ക് വസീലയെ ചോദിക്കുക. സ്വർഗത്തിലെ ഒരു ഉയർന്ന പദവിയാണ് വസീല. നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് വിജയം വരിച്ചവരാകും. തിരുനബിയുടെ ഷഫാഅത്ത് ലഭിക്കുന്ന വിജയികളിൽ പെടുകയും ചെയ്യും. യാ അയ്യുഹർ റാജൂന മിൻഹു ഷഫാഅ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഓ തിരുനബിയിൽ നിന്ന് ഷഫാഅത്ത് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അവിടുത്തെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുവീൻ. നമ്മൾ സമയവും സന്ദർഭവും ഇല്ലാത്ത വിധം എപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കും. അത് നമ്മുടെ ഇഹപര വിജയത്തിന് കാരണമാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വലാത്ത് പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അവൻ സമാധാനവും സുരക്ഷിതത്വം നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.